അസ്സലാമു അലൈക്കും. കൂടംകുളം പദ്ധതിയുടെ ഭാഗമായി നമ്മളെ കുളത്തിലായ എല്ലാ മന്ത്രിമാരും സംസ്ഥാനത്തിലെ പറ്റിപ്പോയ കുളങ്ങൾ സന്ദർശിക്കുന്നു. വല്ലാർപാടം ടെർമിനൽ പദ്ധതി വല്ലാത്തൊരടങ്ങാറായി പോയെന്ന് കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ. റേഷൻ കട പെയിന്റ് അടിച്ചാലും റേഷനരിയുടെ നാറ്റം മാറ്റാൻ പറ്റൂലെന്ന് സിവിൽ സപ്ലൈ മന്ത്രി. മണ്ടന്മാർക്ക് വേണ്ടി വാർത്തകൾ വിശദമായി ഒരു അസ്സലാമു അലൈക്കും കൂടി. കൂടംകുളം പദ്ധതി പ്രകാരം എല്ലാ കുളത്തിലും 1.5 HP മോട്ടോർ ഫിറ്റ് ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഓരോ ഒറ്റൽ വലയും ബക്കറ്റും കുടുംബശ്രീ വഴി വിതരണം ചെയ്യും. വല്ലാർപാടം പദ്ധതി വല്ലാത്തൊരു ഇടങ്ങേറെന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥൻ. വല്ലാർപാടം എന്ന പേര് മാറ്റി വല്ലോണ്ടയും പാടം എന്നാക്കി മാറ്റാൻ അദ്ദേഹം മന്ത്രിയോട് ശുപാർശ ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി മൂര്യാളൻ ലൈനിലുണ്ട്. മിസ്റ്റർ മൂര്യാളൻ, കേൾക്കാമോ? കേന്ദ്ര ഉദ്യോഗസ്ഥന്റെ വല്ലാർപാടത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗഫൂർ, വല്ലാർപാടത്ത് ഇപ്പോൾ നെല്ല് അഥവാ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 കണ്ടം വിത്ത് വിതച്ചു കഴിഞ്ഞു. ഈ ഏത് പാടത്താണ് നമുക്ക് പോയി നിക്കണത്? നമ്മളെ പഞ്ചായത്ത് ഓഫീസിന്റെ പിന്നിലുള്ള പാടത്ത്. എടോ, അന്നോട് നമ്മൾ ഒറിജിനൽ വല്ലാർപാടം ടെർമിനലിന്റെ മുന്നിൽ പോയി നിൽക്കാനല്ലേ പറഞ്ഞത്? ടെർമിനൽ ഇല്ലാന്നേ ഉള്ളൂ, ഇവിടെ ഒരു മൊബൈൽ ടവർ ഉണ്ട്, അതുപോരെ. കള്ളാറാൻ വന്നോനെ, അനക്കെന്താണ് വല്ലാർപാടത്ത് പോയാല്? രാവിലെ 100 വട്ടം പറഞ്ഞില്ലേ പോണെങ്കിൽ ബസ്സിന് പൈസ തരാണ്ട് ഞാൻ പോലാന്ന്. ഇവിടുന്ന് അവിടം വരെ എന്നെ ബസ്സിൽ കയറ്റി ഓസിന് കൊണ്ടാകാൻ ബസ് എന്താ നിങ്ങളെ ബാപ്പാന്റെതാ? ഓജ രാജാവായ തമ്പുരാനെ, ഇല്ലാത്ത പൈസ മണിക്കാണ് നമ്മളൊരു ന്യൂസ് ചാനൽ തുടങ്ങിയത്. ഇതുപോലെ വിവരം കെട്ട റിപ്പോർട്ടർമാരായാല് ഇതെങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തിരിച്ചു പോകാം. റേഷനരിയുടെ നാറ്റം മാറ്റാൻ പറ്റൂലെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു. മണ്ണെണ്ണയ്ക്ക് കളർ മാറ്റിയതുപോലെ നാറ്റമുണ്ടെങ്കിൽ കരിഞ്ചന്തയിൽ അരി വിറ്റാൽ മണത്ത് നോക്കി പിടിച്ചെടുക്കാമെന്നാണ് മന്ത്രി പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി സുക്കൂർ ലൈനിലുണ്ട്. മോനെ സുക്കൂറെ, ഇപ്പൊ ലൈനിലുണ്ടല്ലോ. ഹലോ വാപ്പ, ഇപ്പൊ ഞാൻ ലൈനിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഏത് സമയവും ലൈൻ കട്ടാവും. അതെന്താണ്? ഓളെ ബാപ്പ ആങ്ങളമാരു ഈ ബന്ധത്തിന് സമ്മതിക്കൂലെന്നാ പറയണേ. ഏത് ബന്ധത്തിന്? ഏത് വാപ്പ? ഈ എവിടാണ്ടുള്ളത്? മന്ത്രിനെ പത്രസമ്മേളനത്തിന് റിപ്പോർട്ടിങ്ങിന് പോയല്ലേ ഈ? പിണ്ണാക്കാണ് പത്രസമ്മേളനം. ഞാനിപ്പോ വിമൻസ് ഹോസ്റ്റലിന്റെ അടുത്ത് രാവിലെ മുതൽ ഒരു റോസാപ്പൂവും പിടിച്ച് നിക്കാണ്. നമ്മളെ സാറ്റലൈറ്റിന് ഇടി കുടുങ്ങിയല്ലോ റബ്ബേ.